ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഇവിടെ കാവടിയാണ് കേട്ടോ. മണലാർക്കാവ് കാവടിയാണ്. അപ്പോൾ രാവിലെ എനിക്ക് പള്ളിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലത്തെ കാവടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ബ്ലോക്കായിരുന്നു. ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം കാവടി കാണാനായിട്ട് പറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പള്ളിപ്പെരുന്നാളുകളിലൊക്കെ കൂടുതൽ ഇഷ്ടം ഹിന്ദുസിൻ്റെ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ കാവടിയും ചെണ്ടുകാവടിയും പൂക്കാവടിയും നാദസ്വരവും എല്ലാം അടിപൊളിയാണ്. അപ്പം കുറച്ച് നേരം ബ്ലോക്കിൽ നിന്നിട്ട് നമുക്ക് നാദസ്വരം കേൾക്കാനും കാവടി കാണാനും പൂക്കാവടി ആടുന്നതൊക്കെ കാണാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ പോയി. ഞാൻ ടൗണിൽ ഇറങ്ങി കേട്ടോ. ചേട്ടന് വേറൊരു കാര്യത്തിന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ ടൗണിൽ ഇറങ്ങിയിട്ട് ഞാൻ നേരെ പോയത് ലത്തീംപള്ളിയിലേക്കാണ്. അപ്പം ലത്തീംപള്ളിയിൽ നൊവാനയൊക്കെ കഴിഞ്ഞ് നമുക്ക് കഞ്ഞി കിട്ടും. അവിടെ നേർച്ചക്കഞ്ഞി കിട്ടും. അപ്പം നമ്മൾ നേർച്ചക്കഞ്ഞി കുടിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പള്ളിയിൽ പോയി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നേർച്ചക്കഞ്ഞി. നല്ല നാളികേരം ചിരക്കിട്ട നല്ല ചൂട് കഞ്ഞിയിൽ അച്ചാറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പുത്തമ്പള്ളിയിലൊക്കെ ഒന്ന് കയറി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് പള്ളിയിലേക്ക് പോയത്. പള്ളിയിലൊക്കെ പോയി ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു സർവത്തൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊരു രസമല്ലേ, നമ്മൾ കൂട്ടുകാരികളുടെ കൂടെ പുറത്ത് പോകുമ്പോൾ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാനായിട്ട് ഭയങ്കര രസമല്ലേ. അങ്ങനെ ഞങ്ങൾ ഉച്ചയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നൈറ്റ് കാവടി കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം. അപ്പോൾ മക്കളും ചേട്ടനൊക്കെ ആയിട്ടാണ് കാവടി കാണാൻ പോയത്. അപ്പോൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കപ്പലണ്ടിയൊക്കെ മേടിച്ച് തിന്ന് വെള്ളം ദാഹിച്ചപ്പം കുലുക്കി സർവത്ത് കണ്ടു. അപ്പോൾ അത് കുടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇതാണ് കേട്ടോ, ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവറാണ് കേട്ടോ കുലുക്കി സർവത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ കുലുക്കി സർവത്ത് ഇതിന് മുന്നേ കുടിച്ചിട്ടില്ല കേട്ടോ. സാധാരണ സോഡ സർവത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എവിടെ പോയാലും ഞാൻ കുടിക്കും. പക്ഷേ ഈ കുലുക്കി സർവത്ത് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുലുക്കി സർവത്താണ്. അപ്പം മക്കളും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അത് മതിയെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഈ എന്താ പറയുക, മറ്റുള്ള ഫ്ലേവറുകൾ എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ നമ്മൾ മുന്നേ കുടിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഫാഷൻ ഫ്രൂട്ട് മേടിച്ചത്. കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അത്രയും അങ്ങോട്ട് പിള്ളേർക്കൊന്നും ഇഷ്ടമായില്ലെങ്കിലും കുഴപ്പമില്ല, കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കുടിച്ചതിന് ശേഷമാണ് നമ്മൾ ചിക്കും അങ്ങനെ കുറേ ഫ്ലേവറുകളൊക്കെ കണ്ടത്. കുറേ ഫ്ലേവറൊക്കെ കണ്ട് കുഴപ്പമില്ല, കുടിക്കാൻ ടേസ്റ്റൊക്കെ ഉണ്ട്. അത്യാവശ്യം കുറേ ഐസൊക്കെ ഇട്ട് തന്ന കാരണം അത്രയും ഉണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, കുടിച്ചു. നമ്മുടെ അപ്പോഴത്തെ ഒരു ദാഹത്തിന് കുഴപ്പമില്ലായിരുന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു എരിവും ഒരു ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ജ്യൂസായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഒരു സെറ്റിൻ്റെ കാവടി വന്നത് അമ്പലത്തിലേക്ക്. അപ്പോൾ അത് കാരണം കാണാൻ പറ്റി കേട്ടോ. ഞങ്ങൾ ആ ചെന്ന നേരത്തെ നമുക്കൊരു സെറ്റിൻ്റെ കാവടി കാണാൻ പറ്റി. അത് നാസിക് ഡോളായിരുന്നു. പിന്നെ തെയ്യം ഉണ്ടായിരുന്നു, പൂക്കാവടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് കണ്ടു. എന്താ പറയുക, ഇപ്പോൾ ഈ നാസിക് ഡോൾ എന്ന് പറഞ്ഞൊരു ഹരമാണ് അല്ലേ. ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നാസിക് ഡോൾ. കാരണം ഈ നാസിക് ഡോളിൻ്റെ ആ ഒരു എഫക്റ്റ് എങ്ങനെയാണ് നമുക്കിങ്ങനെ എന്താ പറയുക, എനങ്ങാതെ നിൽക്കാൻ തോന്നുക. എനങ്ങാതെ നിൽക്കുന്നവർ വരെ ജസ്റ്റ് ഒന്ന് ആടിപ്പോവും അല്ലേ. അത്രയും രസമാണ് ഈ നാസിക് ഡോൾ കാണാനായിട്ട്. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാം. ശരിക്കും ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കണമെന്നുള്ളൊരൊറ്റ കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അവിടെ തുള്ളിച്ചാടി കളിക്കും. അത്രയ്ക്കും ഭയങ്കര ഒരു രസമാണ് ഈ നാസിക് ഡോൾ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ മറ്റുള്ളവരുടെ ഡാൻസും കാര്യങ്ങളും സന്തോഷവും ഒക്കെ നോക്കി നാസിക് ഡോളും കണ്ട് അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ നിന്നു. നമ്മുടെ തെയ്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. തെയ്യം ആടുന്നത് കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ കറക്റ്റ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ റോഡ് സൈഡിലായിട്ട് നിന്നിരുന്ന ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. തെയ്യവും പൂക്കാവടിയൊക്കെ ആടിയത് അമ്പലത്തിൻ്റെ അവിടെ ഫ്രണ്ടിലേക്ക് ചെന്നിട്ടാണ് കേട്ടോ. പക്ഷേ ഞങ്ങളുടെ മുന്നിൽ അങ്ങനെ പോകുമ്പോൾ ഞാൻ കുറച്ചൊരു വീഡിയോ എടുത്തു എന്നുള്ളൂ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാവടിയാട്ടോ കാര്യങ്ങളൊന്നും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നാസിക് ഡോൾ നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ചു. ഒരു 1/4 മണിക്കൂറോളം നിന്നിട്ട് നാസിക് ഡോൾ കണ്ട് ഡാൻസ് കളിയും ആൾക്കാരുടെ ആഹ്ലാദവും ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ അതൊരു ട്രെൻഡാണല്ലോ ഈ ഒരു കടലാസ് കൊണ്ട് ഇട്ടിട്ട് ഇങ്ങനെ മുകളിലേക്ക് പറത്തി വിടുന്ന ഒരു പരിപാടി. അതിനെന്ത് പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ അതായിരുന്നു ശരിക്കും നാസിക് ഡോളിലൊരു ആവേശം. എന്ത് രസമാണ് അത്. അയ്യോ, കുട്ടികളും പെൺകുട്ടികളൊക്കെ എന്ത് രസമായിട്ട് ഡാൻസ് കളിച്ചു പറഞ്ഞത്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ, ഇപ്പം ഞാൻ അത്ര പ്രായമായിട്ട് പറയുന്നതല്ല കേട്ടോ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു 12, 13 പ്രായമുള്ളൊരു സമയത്ത് എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഗാനമേളയും എത്ര വലിയ ശിങ്കാരിമേള ഉണ്ടെങ്കിലും എന്താ പറയുക, എയർ പിടിച്ച പോലെ നിൽക്കണം. അയ്യോ അവർ കാണോ ഇവർ കാണോ, അവരിപ്പോൾ ചീത്ത പറയൂ ഇവർ ചീത്ത പറയൂ, അങ്ങനെയൊക്കെയുള്ളൊരു പേടിയുള്ളൊരു കാലമായിരുന്നു. പക്ഷേ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺപിള്ളേരിലധികം ആഘോഷിക്കുന്നത് പെൺകുട്ടികൾ തന്നെയാണ്. ഉള്ളിലുള്ള ആ ഒരു ഇഷ്ടം എന്താണ് നമ്മുടെ മുന്നിൽ നടക്കണത്, അത് നമ്മൾ എത്ര സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ആഘോഷിക്കണേ എന്നുള്ളത് അവിടെ പ്രകടിപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇന്നത്തെ സമയത്ത്. അങ്ങനെ ഞങ്ങൾ രാത്രിയിലത്തെ കാവടിയൊക്കെ കഴിഞ്ഞ് വന്നു. പിറ്റേ ദിവസം നമ്മുടെ വീടിൻ്റെ, അതായത് 3 ദിവസമാണ് ഈ പൂരം വരണത്. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങളുടെ ഭാഗത്തുള്ള
ദേശക്കാരുടെ പൂരമായിരുന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു മറ്റേ താമ്പോലം എന്നാ പറയാന്ന് എനിക്കറിയില്ല, അതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെയായിരുന്നു, ആ വഴിയിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളത് കുറച്ച് നേരം പോയി കണ്ടു. നല്ല സെറ്റിൻ്റെ പരിപാടി തന്നെയായിരുന്നു. അങ്ങനെ ഇത് ഒരു ഗ്രൗണ്ടിൽ പോയിട്ടാണ് കൊട്ടി അവസാനിപ്പിച്ചത്. ശരിക്കും ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരിൻ്റെയും ഉള്ളിൽ ഇത്രയും നല്ലൊരു കലാകാരന്മാരും കലാകാരികളും ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് മനസ്സിലായത് അന്നാണ്. ശരിക്കും നമ്മുടെ ദേശക്കാരെ ആഹ്ലാദിച്ച് ആഘോഷിച്ചൊരു കാവടി തന്നെയായിരുന്നു, ഒരു പൂരം തന്നെയായിരുന്നു കേട്ടോ. പ്രായഭേദമന്യേ കുഞ്ഞു കുട്ടികൾ തൊട്ട് വയസ്സായവർ വരയ്ക്ക് ശരിക്കും നന്നായിട്ട് ആഹ്ലാദിച്ച്, എന്താ പറയുക, ആർമാദിച്ച ഒരു കാവടി തന്നെയാണ്. കാരണം ഒരു 4-5 വർഷം മുൻപായിരുന്നു ഇതുപോലെ ഇവിടെ ചെണ്ട് കാവടിയും ശിങ്കാരിമേളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും വർഷത്തിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒരു കാവടി ഇവിടെ നടക്കുന്നത്. നമ്മുടെ ദേശക്കാർ ഇവിടെ കാവടി ഇറക്കിയിട്ടുള്ളത്, അതായത് ഈ ആഘോഷം ഇറക്കിയിട്ടുള്ളത് ഇക്കൊല്ലായിരുന്നു. എങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട് ആഹ്ലാദിച്ചു. നല്ല അടിപൊളി കാവടി തന്നെയായിരുന്നു ഈ വട്ടത്തേട്ടാ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലത്തെ വിശേഷങ്ങൾ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ടേക്ക് കെയർ, ബൈ.